നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരള മുഖ്യമന്ത്രി ആരെന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വ്യാഴാഴ്ച ചേരും. ഗുരുവായൂർ ക്ഷേത്ര വികസനം, ഭൂമിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്ന് സ്ഥലമുടമകൾ. കടകോട് മേഖലയിലെ തെരുവുനായ ശല്യം, പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവം കേസെടുത്ത് അന്വേഷിക്കാൻ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. വേലൂർ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് നാട്ടുകാർ. അമ്പലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ സ്വദേശിനി ബിജിയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് അറിയിച്ചു. അവസാന ഘട്ടമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന നേതാവ് AK ആന്റണിയുടെ അഭിപ്രായവും തേടിയിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ ആരാകും മുഖ്യമന്ത്രിയെ എന്നറിയാൻ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ UDF ഘടകകക്ഷികൾക്കിടയിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അതൃപ്തി പുകയുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്ന് സ്ഥലം ഉടമകൾ ആവശ്യപ്പെട്ടു. 2011 ഏറ്റെടുക്കൽ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയ ഭൂമിയാണ് ഇപ്പോൾ വീണ്ടും ഏറ്റെടുക്കാൻ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ ഇല്ലാതെയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. ഏതെല്ലാം പദ്ധതികൾക്കായാണ് ഭൂമി ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഇപ്പോഴത്തെ വിജ്ഞാപനം. ക്ഷേത്ര പാരമ്പര്യ പ്രവർത്തിക്കാർക്ക് പരിസരത്ത് തന്നെ താമസം ഉറപ്പാക്കുമെന്നും വ്യാപാരികൾക്ക് മുൻകൂട്ടി പുനരധിവാസം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് കൃത്യമായ വിപണി വില ലഭ്യമാക്കണം. സാമൂഹികാഘാത പഠന റിപ്പോർട്ടിന്റെ വിവരങ്ങൾ തങ്ങളുടെ സമ്മതമില്ലാതെയാണ് രേഖപ്പെടുത്തിയതെന്നും കളക്ടർ നിയോഗിച്ച സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും ഉടമകൾ ആരോപിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ, മനോജ് V മേനോൻ, T നീരാമയൻ, നന്ദൻകുമാർ വീട്ടിക്കിഴി, കൃഷ്ണൻ നമ്പൂതിരി കൊടക്കാട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിൽ തെരുവ് നായകളുടെ ആക്രമണം രൂക്ഷമായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കാത്തതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസവും തെരുവ് നായയുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ ഷട്ടർ ഒരുക്കുമെന്നും നായകളെ വന്ധ്യംകരിക്കുന്ന നടപടി കൈക്കൊള്ളുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും മൃഗസംരക്ഷണ വകുപ്പും നൽകിയ ഉറപ്പ് പാഴായെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രതിഷേധ സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മണ്ഡലം സെക്രട്ടറിമാരായ ഇബ്രാഹിം, സുനിത് മണ്ടമ്പറമ്പ്, ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രതിപക്ഷ നേതാവ് വിജയകുമാർ, PU പ്രകാശൻ, മുഹമ്മദ് അലി, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിന് ഷെൽട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ് പറഞ്ഞു. തെരുവുനായകളെ പിടികൂടി വന്ധ്യംകരണം നടത്തി ഷെൽട്ടറിൽ അടയ്ക്കുന്നതിനായി ഈ ഭരണസമിതി 20 ലക്ഷം രൂപയുടെ പദ്ധതി വെച്ചിട്ടുണ്ട്. ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വനത്തിനോട് ചേർന്ന് വിജനമായ പഞ്ചായത്ത് പുറമ്പോക്ക് ഭൂമിയിൽ സ്ഥലം കണ്ടെത്തി. കെട്ടിടം നിർമ്മിച്ച് 2 കെയർ ടേക്കർമാരെ നിയമിക്കും. എന്നാൽ സംസ്ഥാനത്ത് ഭരണസ്തംഭനം മൂലം ഒന്നും നടക്കുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി
സമഗ്രമായ പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. തെരുവുനായകളെ വന്ധ്യീകരിക്കുന്നതിന് വേണ്ടി പണം മാറ്റിവെച്ചതിന് പുറമെ തെരുവുനായ ഷെൽട്ടർ കടങ്ങോട് മേഖലയിൽ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് 20 ലക്ഷം രൂപയ്ക്ക് തെരുവുനായ ഷെൽട്ടർ നിർമ്മിച്ച് പഞ്ചായത്തിലെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളെ പിടിച്ച് വന്ധ്യീകരണം നടത്തി ഷെൽട്ടർ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായൊരു പദ്ധതിയാണ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. വളരെ അപൂർവം പഞ്ചായത്തുകൾ മാത്രമാണ് കേരളത്തിൽ അത്തരത്തിലുള്ളൊരു മാതൃകാ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. രാമനാഥ് വീട്ടിൽ ജുമൈല ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നടപടി. ഫെബ്രുവരി 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കേസിൽ ആരോപണ വിധേയയായ ഇരിങ്ങപ്പുറം സ്വദേശി പൂക്കയിൽ വിശ്വനാഥൻ, ഭാര്യ അബിത എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ഉത്തരവ്. കടം വാങ്ങിയ പണത്തിന്റെ പലിശ ആവശ്യപ്പെട്ട് അബിത നിരന്തരം ഭീഷണിപ്പെടുത്തിയതിന്റെ മനോവിഷമത്തിലാണ് ജുമൈല ആത്മഹത്യ ചെയ്തതെന്ന് കാണിച്ച് ജുമൈലയുടെ മകൻ ഷിനാസ് നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായ KB ഹരിദാസ്, R ആനന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. വേലൂർ പഞ്ചായത്തിലെ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. വേലൂർ പഞ്ചായത്തിലെ 7-ാം വാർഡിൽ തയ്യൂർ പള്ളിക്ക് സമീപം മടപ്പറമ്പിനോട് ചേർന്നുള്ള 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടമാണ് മണ്ണിട്ടു നികത്തുന്നത്. മഴക്കാലത്ത് മുണ്ടത്തിക്കോട്, കോടശ്ശേരി, കാങ്കാട് കുന്നുകളിൽ നിന്നും വലിയ തോതിൽ ഒഴുകിവരുന്ന വെള്ളം ഈ നീർത്തടത്തിലാണ് കെട്ടിക്കിടക്കാറുള്ളത്. പ്രദേശത്ത് 25 വീടുകളുണ്ട്. കഴിഞ്ഞ പ്രളയങ്ങളിലും കാലവർഷം ശക്തമായ വർഷങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. 2024-ലും 2025-ലും മഴ പെയ്തപ്പോൾ പ്രളയ സമാനമായ സാഹചര്യമാണ് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ സ്ഥലത്തുണ്ടായിട്ടുള്ളത്. മഴവെള്ളമെല്ലാം ഒഴുകി പോകുന്ന ഒരു വഴി കൂടിയാണിത്. ഇപ്പോൾ ഈ പ്രളയ സമാനമായ സാഹചര്യം വന്ന് ഇവിടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നമ്മൾ നിൽക്കുന്ന ഈ 1.5 ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു അനുമതിയുമില്ലാതെ കഴിഞ്ഞ ദിവസം മണ്ണടിച്ച് നിൽക്കുന്നത് ചിന്തയുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇന്നലെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ പ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ പ്രദേശവാസികൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മഴ പെയ്യുമ്പോൾ സ്കൂളിലെ ക്യാമ്പുകളിലേക്കും പള്ളിയിലെ ക്യാമ്പുകളിലേക്കും മാറുന്ന ഒരു വിശേഷമാണുള്ളത്. 2018 വെള്ളപ്പൊക്കം പോലും പോയിട്ട് ഇവിടെ വെള്ളം കയറാത്ത ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ട് നികത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവർ 2 വർഷം, ഇപ്പോൾ 2-3 വർഷമായിട്ട് സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്താൽ അപ്പോൾ ഇവർക്ക് വെള്ളം കയറുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റി. ഇവിടെ തോട് ഇത്രയും ഏരിയയിൽ മറ്റേ കാങ്കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഇത്രയും ഒരു 4 മീറ്റർ വീതിയിൽ തോടുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. ആ തോടൊക്കെ അടച്ചിട്ടാണ് ഇപ്പോൾ ഇത് മൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ മണ്ണ് ഇട്ട് നികത്തിയാക്കണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യം ഇതിൽ ഇട്ടിട്ടുള്ള മണ്ണ് കോരി മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വൻതോതിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതിയും വില്ലേജ് അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പൊതുപ്രവർത്തകർ ആരോപിച്ചു. പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തിക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വാർഡംഗം ബിന്ദു നന്ദൻ, പൊതുപ്രവർത്തകരായ ER രാഹുൽ, KV ഗിരീഷ്, ദനിൽ കുമാർ, ഫ്രാൻസിസ്, ആൽഫ്രഡ് തോമസ്, സ്റ്റീഫൻ, അഖിൽ ബിജു, രതീഷ്, ലോനപ്പൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. ആമ്പല്ലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ സ്വദേശി പഞ്ഞളി വീട്ടിൽ ബാബുവിന്റെ ഭാര്യ 52 വയസ്സുള്ള ബിജിയാണ് മരിച്ചത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് അപകടമുണ്ടായത്. സർവീസ് റോഡിലെ സ്ലാബിലൂടെ പോയിരുന്ന സ്കൂട്ടർ തെന്നി ബിജി ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബിജിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സർവീസ് റോഡിലെ സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതും തകർന്നതും ഇരുചക്ര വാഹന യാത്രികർക്ക് അപകട ഭീഷണിയാകുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ ഭാഗത്ത് സ്കൂട്ടറിൽ നിന്ന് വീണ യുവതി സ്വകാര്യ ബസ് ഇടിച്ച് മരിച്ചിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തിൽ മധുരം വിതരണം ചെയ്യുന്നതിനെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൗൺസിൽ ഹാളിൽ കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിൽ തർക്കം. താനാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെന്ന് അവകാശപ്പെട്ട് ഷാജി അലിക്കൽ മധുര പലഹാരങ്ങളുമായി രംഗത്തെത്തി. എന്നാൽ ഇതിനെതിരെ DCC നേതൃത്വം ഔദ്യോഗികമായി അംഗീകരിച്ച പാർലമെന്ററി പാർട്ടി ലീഡർ ലബീബ് ഹസൻ പരസ്യമായി രംഗത്ത് വന്നതോടെ തർക്കം രൂക്ഷമായി. തുടർന്ന് ഇരുവരും മധുരം വിതരണം ചെയ്തു. ചലച്ചിത്ര താരവും മുൻ MLAയുമായ മുകേഷ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്ര ദർശനത്തിന് ശേഷം വൈകാതെ ഇദ്ദേഹം മടങ്ങി. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനം നടത്തിയത് വിവാദമായിരുന്നു. തുടർന്ന് ജയരാജൻ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് തൊട്ടുപിറകെ CPM MLA ആയിരുന്ന മുകേഷ് ക്ഷേത്ര ദർശനം നടത്തിയത് പാർട്ടി നേതൃത്വത്തെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അമലാനഗർ റെയിൽവേ സ്റ്റേഷന് സമീപം യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കുംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർ ചിറ്റിലപ്പള്ളി സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ 32 വയസ്സുള്ള വിവേകാണ് മരിച്ചത്. പേരാമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എടക്കഴിയൂരിൽ മരണ വീട്ടിലെത്തിയ വെളിയങ്കോട് സ്വദേശിക്ക് വെട്ടേറ്റു. ഹസൻകോയ ബീച്ചിലെ മരണവീട്ടിലായിരുന്നു സംഭവം. വെളിയങ്കോട് സ്വദേശി മുസ്തഫയ്ക്കാണ് വെട്ടേറ്റത്. ബന്ധു മരണപ്പെട്ട വീട്ടിൽ പോയതായിരുന്നു മുസ്തഫ. തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് വെട്ടേറ്റത്. മുസ്തഫയെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമലയിൽ വീണ്ടും വാഹനാപകടം. നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ടോറസ് ലോറിക്ക് പിന്നിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പഴയന്നൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉണ്ണികൃഷ്ണ എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻഭാഗത്തിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ മേഖലയിൽ നിരന്തരം അപകടങ്ങൾ പതിവാണ്. 2 മാസത്തിനുള്ളിൽ 2 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിലെ അനധികൃത കച്ചവടങ്ങളും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപം ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാൻ ഇടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് ലോറിക്ക് പിന്നിൽ ഇടിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ശ്രീനാരായണപുരത്ത് ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെ കടപുഴകി വീണ് തൊഴിലാളിക്ക് പരിക്കേറ്റു. ഒഴിവായത് വൻ അപകടം. മരത്തിന് മുകളിലും താഴെയുമായി 4 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ശ്രീനാരായണപുരം സെന്ററിന് പടിഞ്ഞാറ് ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിന് സമീപമുള്ള ആൽമരം മുറിച്ചു മാറ്റുന്നതിനിടെയാണ് അപകടം. മരത്തിന് മുകളിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് നിസാര പരിക്കേറ്റത്. ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബന്ധുവായ സ്ത്രീയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിയെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. തമിഴ്നാട് കുളത്തൂർ ട്രിച്ചി സ്വദേശി പളനിസ്വാമിയെയാണ് തൃശൂർ 1ാം അഡീഷണൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. തൃശൂർ ജില്ലാ 1ാം അഡീഷണൽ ജഡ്ജ് K. കമനീസാണ് പ്രതിയെ വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്.
2013 കേസിനാസ്പദമായ സംഭവം. തൃശൂരിലെ അരുൾ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റിൽ അതിക്രമിച്ച് കടന്ന പ്രതി ബന്ധുവായ മഹേശ്വരിയെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തി പണവും ധരിച്ചിരുന്ന സ്വർണവും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് KP അജയ് കുമാർ കോടതിയിൽ ഹാജരായി. കുടുംബകലഹത്തെ തുടർന്ന് ഭാര്യയെയും മക്കളെയും അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ചെമ്മണ്ണൂർ സ്വദേശിയായ യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെമ്മണ്ണൂർ അപ്പന്തറയിൽ വീട്ടിൽ ഫൈസലാണ് പിടിയിലായത്. പ്രതിയുടെ ഭാര്യ റസിയ നൽകിയ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 10-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ചെമ്മണ്ണൂരിലെ വീട്ടിൽ വെച്ച് പ്രതി ബഹളമുണ്ടാക്കുകയും ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് വീട് പൂട്ടിയിട്ട് റസിയയെയും കുട്ടികളെയും പുറത്താക്കി. പിറ്റേന്ന് ഉച്ചയ്ക്ക് റസിയ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ക്രൂരമായ കൊലപാതക ശ്രമം നടന്ന വിവരം പുറം ലോകമറിയുന്നത്. റസിയയും മക്കളും വീട്ടിൽ കയറി ഗ്യാസ് ലൈറ്ററോ കത്തിച്ചാൽ അപകടം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രതി വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുകയായിരുന്നു. ബസിന്റെ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 3 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച വൈകുന്നേരം കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം. കാട്ടാക്കാമ്പൽ ചിറക്കൽ ദേശം സ്വദേശിയായ പയ്യുവളപ്പിൽ കുഞ്ഞുമോനാണ് മർദ്ദനമേറ്റത്. ബസ്സിലെ സമയത്തെ ചൊല്ലി കുഞ്ഞുമോനും 1-ാം പ്രതിയായ അജ്മലും തമ്മിൽ നേരത്തെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ വൈരാഗ്യത്താലാണ് അജ്മലും കണ്ടാലറിയാവുന്ന മറ്റ് 2 പേരും ചേർന്ന് കുഞ്ഞുമോനെ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ചാവക്കാട് തിരുവത്ര പുതിയറ സെന്ററിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് മിഴിയടഞ്ഞിട്ട് 1 മാസം പിന്നിട്ടു. പുതിയറ പള്ളിയിലേക്കും മറ്റും പോകുന്നവർക്ക് ഹൈമാസ് വിളക്ക് കത്താത്തത് മൂലം ബുദ്ധിമുട്ടാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ തിരുവെങ്കടം ദേശവാസികൾക്കായി അതീന്ദ്രിയ ധ്യാനത്തെയും യോഗയെയും ആസ്പദമാക്കി പ്രഭാഷണവും ക്ലാസും സംഘടിപ്പിച്ചു. തിരുവെങ്കടം ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഞാങ്ങാട്ടിരി വിദ്യാലയം മഹർഷി വിനയഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ആധുനിക ജീവിതശൈലിയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നതിനും ധ്യാനത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. ക്ഷേത്രക്ഷേമ സമിതി അംഗം ശശി വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ മിഗ്നേഷ് മോഹൻ മുഖ്യാതിഥിയായിരുന്നു. ഗോപി മനയത്ത്, ആലക്കൽ ഉണ്ണികൃഷ്ണൻ, പ്രേമ പാഴൂർ, ബാലൻ വാർനാട്ട്, വി രാഘവ വാര്യർ, സന്തോഷ് ചീരടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൽ മെഷീന് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരിക്ക് അനുകൂലമായി ഉപഭോക്തൃ കോടതി വിധി. തൃശൂർ തളിക്കുളം ഇടശ്ശേരിയിലുള്ള ഡ്രീംസ് ഗാർമെന്റ് യൂണിറ്റ് ഉടമസ്ഥ MS സുജ ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊച്ചി ഇടപ്പള്ളിയിലുള്ള മെഹേല മെഷീൻസ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെ വിധിയായത്. 1,78,750 രൂപയും പലിശയും നൽകാനാണ് ഉത്തരവ്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ഒരിടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക ഗീതാഗോവിന്ദം ട്രസ്റ്റ് അഷ്ടപതി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഗുരുവായൂരിൽ ജയദേവ സ്മൃതിയും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് രുക്മിണി റീജൻസിയിൽ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യും. വത്സൻ തിയാടി മുഖ്യപ്രഭാഷണം നടത്തും. ജയദേവ പുരസ്കാരം വടക്കേപ്പാട്ട് കൃഷ്ണകുമാറിന് സമ്മാനിക്കും.
ഭാരവാഹികളായ ജ്യോതിദാസ് ഗുരുവായൂർ, ഡോക്ടർ കെ ബി പ്രഭാകരൻ, സി ഹരികൃഷ്ണൻ, അനീഷ് ആനന്ദ്, കൃഷ്ണറാം, ജ്യോതിദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചാലക്കുളത്ത് കല്ലുമ്മക്കായ കൃഷി വിളവെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ശശികല ജയരാജ് അധ്യക്ഷത വഹിച്ചു. CMRFI ഡയറക്ടർ ഡോക്ടർ ഗ്രിൻസൺ ജോർജ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഏറ്റുവാങ്ങി. കഴിഞ്ഞ കാലഘട്ടത്തിൽ, അതായത് ഡിസംബർ മാസത്തിലാണ് ഇത്. പഴയന്നൂർ പഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, വൈസ് പ്രസിഡന്റ് CC സുരേഷ്, ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എരഞ്ഞല്ലൂർ പള്ളി പെരുന്നാളിനിടെ യുവാവിനെ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. വഴവഞ്ചേരി സ്വദേശിയായ തരകൻ വീട്ടിൽ മെൽവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കുന്നംകുളം സ്വദേശികളായ ബിജായ്, ജൻസൺ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. രാഷ്ട്രീയ വിരോധത്തെ തുടർന്നായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം തെക്കേപ്പുറത്ത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റു. തൊഴിയൂർ സ്വദേശികളായ അബ്ദുൽ ഖാദർ, സുലൈഖ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാള കൃഷ്ണൻകോട്ടയിൽ കാറിടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രക്കാരനെ ആശുപത്രിയിലെത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാർ. പൊയ്യ കൃഷ്ണൻകോട്ട റോഡിൽ കൃഷ്ണൻകോട്ട സ്വദേശി കളത്തിൽ വീട്ടിൽ സിബിക്കാണ് കാറിടിച്ച് പരിക്കേറ്റത്. പരിക്കേറ്റ് രക്തം വാർന്ന് റോഡിൽ കിടന്നപ്പോൾ ചുറ്റും ആളുകൾ കൂടിയെങ്കിലും ആശുപത്രിയിലെത്തിക്കാൻ തയ്യാറായിരുന്നില്ല. അതുവഴി വന്ന മരിയ ബസ് ജീവനക്കാരാണ് സിബിയെ ബസ്സിൽ കയറ്റി മാള ഗുരുധർമ്മം മിഷൻ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നുണ്ടെങ്കിലും ആശുപത്രിയിലെത്തുന്ന സാധാരണക്കാർക്ക് ആവശ്യമായ ചികിത്സ നൽകുവാൻ ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പല രോഗികളെയും ചികിത്സിക്കാൻ തയ്യാറാകാതെ ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു. കൗൺസിലർമാരുടെ നിഗമനങ്ങളും ആശങ്കകളും വസ്തുതാപരമായി ശരിയാണെന്ന് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് പറഞ്ഞു. ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കാൻ DMOയോട് ആവശ്യപ്പെടുമെന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ വ്യക്തമാക്കി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് യാത്രയപ്പും മികച്ച സേവനത്തിന് സംസ്ഥാന അവാർഡും നേടിയവർക്കുള്ള ഹെൽപ്പർമാർക്കുമുള്ള ആദരവും സംഘടിപ്പിച്ചു. വലപ്പാട്, നാട്ടിക, തളിക്കുളം, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിൽ നിന്നായി 24 പേരാണ് ഈ വർഷം പിരിഞ്ഞു പോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PI സജിത, അമൽ T പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇർഷാദ് ചേറ്റുവ, CDPO ശുഭ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടും ചൂടിൽ കുരുന്നുകൾക്ക് ആശ്വാസമേകാൻ അംഗൻവാടിയിൽ AC സ്ഥാപിച്ചു. വേലൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിലുള്ള കുറുവണ്ണൂർ അംഗൻവാടിയിലാണ് പുതിയതായി AC സ്ഥാപിച്ചത്. 19-ാം വാർഡ് മെമ്പർ AG രഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി അധ്യാപിക പ്രസന്ന അധ്യക്ഷയായി. സരസ്വതി വിജയൻ, ഷീല, പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,850, പവന് 1,18,800. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. കേരള മുഖ്യമന്ത്രി ആരെന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ചർച്ചകൾ പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വ്യാഴാഴ്ച ചേരും. ഗുരുവായൂർ ക്ഷേത്ര വികസനം, ഭൂമിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം തയ്യാറാകണമെന്ന് സ്ഥലം ഉടമകൾ. കടങ്ങോട് മേഖലയിലെ തെരുവുനായ ശല്യം, പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കോൺഗ്രസ് നടത്തിയ സമരം അപഹാസ്യമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KM നൌഷാദ്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവം കേസെടുത്ത് അന്വേഷിക്കാൻ ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. വേലൂർ തയ്യൂരിൽ നീർത്തടം മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. മഴ പെയ്താൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശത്ത് നീർത്തടം നികത്തുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നുവെന്ന് നാട്ടുകാർ. അമ്പലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ സ്വദേശിനി ബിജിയാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.